രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇവിടെ മരണപ്പെട്ടത്. അതായത് പോലീസ് ഹെൽമറ്റ് കൊണ്ട് വരെ മുഖത്തടിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്? അല്ല, ഈ വിഷയത്തിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഏതായാലും ആ, ഇത് പുതിയൊരു വിഷയമല്ല കേരളത്തിൽ. കാരണം കുറെ കാലമായിട്ട് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇന്ന് സൊസൈറ്റി കൂടുതൽ വളരെ ഒരു എന്താണ് സെൻസിറ്റീവ് ആയ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പോലീസുകാരെന്ന് വെച്ചാൽ കുറച്ചും കൂടി പണ്ടത്തെ കുട്ടമ്പുള്ള പോലീസിന്റെ കാലഘട്ടം നല്ല കുറച്ചും കൂടിയൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമാണ്. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇനിയിപ്പം എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചർച്ച നടത്തി എന്നെ പോലുള്ള ചില ആളുകൾ അഭിപ്രായം വന്നു, ചില ആളുകൾ വന്ന് പോയ രാഷ്ട്രീയക്കാരെ അംഗീകരിച്ചു പോയി. അത് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇതൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരു മാർഗം, ഒരു പദ്ധതിയാണ് വേണ്ടത്. അപ്പൊ ഇതില് യാത്രക്കാരെ ഏതെങ്കിലും രീതിയിൽ പോലീസുകാരോട് ആ രീതിയിൽ ബിഹേവ് ചെയ്തോ, പോലീസിനെ ഒരു മനുഷ്യന്മാരാണല്ലോ രാത്രി ഈ പറയുന്ന ഫുൾ ടൈം ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ, ഞങ്ങളെ പ്രകോപനമാണോ കാരണം, അതല്ല ഈ പോലീസുകാർ തന്നെ ബോധം ഒരു സാഡിസ്റ്റിക് ആയിട്ട് ചെയ്തതാണോ, അങ്ങനെ ഇതിന്റെ വിവിധ വശങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ട് നടന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെയാണ് ഇത്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ തൊഴിൽപ്പുറത്തുള്ള ചർച്ചയ്ക്കപ്പുറം ഇൻഡെപ്ത് ആയിട്ടുള്ള അന്വേഷണവും ഇടപെടലുമാണ് ആവശ്യം. ഏത് പ്രതിപക്ഷ പാർട്ടിക്കാർ ഭരിക്കുന്നവരെ കുറ്റം പറയും, തിരിച്ചും അങ്ങനെയൊക്കെ സംഭവിക്കും. അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് നമ്മളെ പോലെ സാധാരണക്കാർ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. ആ രീതിയിൽ നിങ്ങൾ മീഡിയ പ്രവർത്തകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് ചെയ്യും. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പോലീസുകാർ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് മേൽ അമിതമായി സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പെറ്റി കേസുകൾ തികയ്ക്കണം, ഈ വാറണ്ട് കേസുകളിലെ പ്രതികളെ കൃത്യസമയത്ത് പിടികൂടണം, ഇത്ര രൂപ പിരിക്കണമെന്നൊക്കെ തരത്തിലുള്ള നിരവധി സമ്മർദ്ദങ്ങൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോഴും പോലീസുകാർ പറയുന്നത് അവർ മനുഷ്യരാണ്, ഈ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യം തന്നെയല്ലേ? കാരണം ഈ പോലീസുകാരും മനുഷ്യരാണ്, അവർക്ക് സമ്മർദ്ദങ്ങൾ കൊടുക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് പലപ്പോഴും. ഇതിപ്പം ഗവൺമെന്റ് കൊടുക്കുന്ന ഈ പറയുന്നതിന് അതിൽ ഇത്ര പെറ്റി കേസ് പിടിക്കണമെന്ന വിഷയം മാത്രമല്ല, സമൂഹത്തിൽ വന്ന മാറ്റമുണ്ട്. ഒരു അധികാര സ്ഥാപനത്തെ ബഹുമാനിക്കാതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടോ ഏതെങ്കിലും സഭയുടെ സപ്പോർട്ടോ, ഇപ്പൊ ഞാൻ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എതിരാണെന്നും പറയണ്ടേ, ഏതെങ്കിലും പള്ളി കമ്മിറ്റിയുടെ സഭയുടെയോ ഏതെങ്കിലും സമുദായ സംഘടന സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരെയും ബഹുമാനിക്കാതെ ഒരു പോലീസ് ഒരു കോൾ കൊണ്ട് കാര്യം നടത്താന്നുള്ളൊരു നടത്താൻ പറ്റുന്ന വിശ്വാസം നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട്. ആരോടും ഒരു ബഹുമാനമില്ലാത്ത സൊസൈറ്റി. സ്വാഭാവികമായിട്ടും വെയിൽ തൊട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലും കൊണ്ടിരിക്കുന്ന ഈ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതികരണം കൂടി വരുമ്പോൾ അതിന്റെ കൂടെ അയാൾക്ക് വീട്ടിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാവും. നമുക്കറിയാലോ, എല്ലാവർക്കും ലോണും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളത്. ആ സമയത്ത് ഒരുപക്ഷെ അവൻ ആക്ട് ചെയ്ത് പോകാതിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പോലീസുകാർക്ക് ഇത് നടപടി വേണം. മാത്രം സിവിൽ സൊസൈറ്റി കുറച്ചുകൂടി ആളുകളൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇതൊരു അങ്ങേയറ്റം നിഷേധിത്തരം പിടിച്ച ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മളെ തെറ്റ് വന്ന് പോലീസ് പിടിച്ചാൽ പോലെ അടുത്ത ദിവസം പിടിക്കും, ഞാൻ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ്, ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം ആളാണ്, അല്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ആളാണ്, അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞുണ്ട്. ഈ പരിപാടി കൺട്രോൾ ചെയ്യാൻ അവരവർ പിന്നെ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെ ചെയ്യണം. എന്റെ പേരിൽ ആരും വിളിച്ചു തന്നാലും എടുക്കരുത്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിളിക്കുന്നവരെ കൃത്യമായിട്ട് അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അല്ലാതെ ഇത് തൊലിപ്പുറത്ത്, ഞാൻ അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇത്തരം ചർച്ചകളൊന്നും ഒരു താല്പര്യമില്ലാത്തത്. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ തൊലിപ്പുറത്തെ ചർച്ച മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. പിന്നെ മുമ്പ് വരാപ്പുഴയിലെ കേസ് ഉണ്ടായ സമയത്ത് ഞാനന്ന് കുറച്ചും കൂടി ഒരു ഇടതുപക്ഷ എന്താ പറയാ SFI ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നതിന്റെ ഒരു ഊർജ്ജത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ചെറുപ്പക്കാരനെ നിരവധിയായ ചെറുപ്പക്കാരൻ തല്ലിക്കൊന്നു. അന്ന് ഞാൻ പ്രതികരിച്ച പോലീസിന് അനുകൂലമായിട്ടായിരുന്നു അത്. പക്ഷെ എനിക്കതിൽ വലിയ കുറ്റബോധമുള്ള കാര്യം. അതിനുശേഷമാണ് ഞാൻ ഈ അനാവശ്യമായ ചർച്ചകളൊക്കെ കുറെ ഒഴിവാക്കി കളഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥം ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് അവസാനിപ്പിക്കരുത്. രാഷ്ട്രീയക്കാരൻ നാളെ അവരുടെ കാര്യം നടന്നാൽ അവർ ഈ പരിപാടി നോക്കും. നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ട്, നിങ്ങൾ ഇതിന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. സോഷ്യൽ മൂവ്മെന്റ്, അതായത് രാഷ്ട്രീയ പാർട്ടിക്കോ ഗവൺമെന്റിനെതിരെ അല്ല, സ്വയം നവീകരിക്കാനും മറ്റുള്ളവരെ നവീകരിക്കാനുള്ള സോഷ്യൽ മൂവ്മെന്റായി കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ ഈ പറയുന്നതിന് അർത്ഥം ഉണ്ട്. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനും എനിക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യമായിരിക്കും. കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇത്. പലപ്പോഴും നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇത് മാറാൻ തയ്യാറാകാത്ത ഒരു സേനയുള്ളപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ അവരെ പാഠം പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് തവണ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞതും വളരെയധികം ശരിയാണ്. കാരണം ഇത് മാറ്റേണ്ടത് അനിവാര്യത തന്നെയാണ്. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്.